ഹലോ എവ്രി വൺ, എല്ലാവർക്കും നീൽസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേരള PSC നടത്തുന്ന സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്ന കോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതിനകത്ത് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 2-ലെ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി എന്ന പാർട്ടില് സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഡൈബെൻസീൻ ക്രോമിയം കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്. അപ്പൊ നോക്കിക്കേ, എന്താണ് ഈ ഡൈബെൻസീൻ ക്രോമിയം കോംപ്ലക്സ് എന്ന് പറയുന്നത്? ആ കോമ്പൗണ്ട് തന്നെ നോക്കൂ, Cr(eta6)C6H6 ട്വൈസ്. കണ്ടു, ഇതാണ് ആ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ബിസ് ബെൻസീൻ ക്രോമിയം എന്നും പറയാനായിട്ട് സാധിക്കും. ഇനി ഈ ഡൈബെൻസീൻ ക്രോമിയം കോംപ്ലക്സിന്റെ കേസിൽ ആ ഹാപ്റ്റിസിറ്റി നോക്കൂ. ഹാപ്റ്റിസിറ്റി എത്ര അതിനകത്ത് വരുന്നത്? 6 അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈറ്റ എന്ന് പറയുന്നത് അല്ലെ. ഈറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതിന്റെ ഹാപ്റ്റിസിറ്റിനെ കാണിക്കുന്നതാണ് ഈറ്റ എന്ന് പറയുന്നത്. ഹാപ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താ വരുന്നത്? 6 ആണ്. അതുപോലെ എന്താ വരുന്ന? ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് 3 ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐസോ ഇലക്ട്രിക്. ഇറ്റ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് ഫെറോസിൻ. ഫെറോസിനുമായിട്ട് ഐസോ ഇലക്ട്രോണിക് ആണ്. ഫെറോസിൻ എന്താന്നുള്ളത് അറിയാമല്ലോ, സാൻഡ്വിച്ച് കോമ്പൗണ്ട് എന്ന് പറയൂലേ നമ്മളതിനെ. ഇതാണ് ഫെറോസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹാവ് 2 പ്ലേനാർ C6H6 റിംഗ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. 2 പ്ലേനാർ ആയിട്ടുള്ള C6H6 റിംഗ് ഉണ്ട്. ആൻഡ് ഓൾസോ ക്രോമിയം ആണ് ഇവിടെ സാൻഡ്വിച്ച് ആയിട്ട് കിടക്കുന്നത്. ഇനി ഇവിടെ ബോണ്ട് ലെങ്ത് വരുന്നത് കാർബൺ ബോണ്ട് ലെങ്ത് 1.423 ആംസ്ട്രോങ് വരും. കാർബൺ ഹൈഡ്രജൻ ആണെങ്കിൽ 1.19 ആൻഡ് ക്രോമിയം കാർബൺ ആണെങ്കിൽ 2.15 ആംസ്ട്രോങ് ആണ് വരിക. The 6 orbitals of 6 carbon at benzene combine to form 6 molecular orbitals of energy in the order. എനർജി ഓർഡർ ആണ് പറയുന്നത്. 6 കാർബൺ ആണുള്ളത് അല്ലെ. അവിടെ 6 മോളിക്കുലർ ഓർബിറ്റൽ അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോക്ക്, Psi1, Psi2, Psi3, Psi4, Psi5 ആൻഡ് Psi6 ആണുള്ളത് അല്ലെ. അതിന്റെ എനർജി ഓർഡർ ആണ് പറയുന്നത്. Psi2 ആൻഡ് Psi3ക്ക് ഏകദേശം സെയിം ആണ്. അതുപോലെ Psi4 ആൻഡ് Psi5ക്കും ഏകദേശം സെയിം ആണ് വരുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് Psi6-നാണ്. The molecular orbital energy level diagram is same as that of the ferrocene except the നോൺ ബോണ്ടിങ് ഒഴിച്ച് ബാക്കിയുള്ള മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം എല്ലാം സെയിം ആണ്. അടുത്തതാണ് EAN അല്ലെ, എഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന കാൽക്കുലേഷൻ. അതിന്റെ ഫോർമുലയാണ് Z-X+2 × CN. CN മീൻസ് കോർഡിനേഷൻ നമ്പർ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 36 ആണ് വരുന്നത്. അതായത് EAN റൂള് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് ഡൈബെൻസീൻ ക്രോമിയം കോംപ്ലക്സ്. കുഞ്ഞു ടോപ്പിക് ആണ്, അത്രേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. മെറ്റൽ ബോണ്ട്. ഒരു കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ മെറ്റൽ ബോണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട്സ് ഈക്വൽ ടു 18 × n മൈനസ് വാലൻസ് ഇലക്ട്രോൺ ആണ് കേട്ടോ. VE എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2. n എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ്. VE പറഞ്ഞ ബാലൻസ് ഇലക്ട്രോൺസ്. സൈഡിൽ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് നമ്മുടെ മെറ്റൽ ബോണ്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പറയുക. എന്താ വരിക? 18n മൈനസ് വാലൻസ് ഇലക്ട്രോൺ ബൈ 2. താഴെ നോക്കൂ, ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടുവോ? Mn12 CO 10 times. ഇതിനകത്ത് 18 × n. എത്ര മെറ്റൽ ആറ്റംസ് ഉണ്ട് അവിടെ? 2 മെറ്റൽ ആറ്റംസ് ഉണ്ട്. 18 × 2 മൈനസ് വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാംഗനീസിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 7 ആണ് വരുന്നത് അല്ലെ. 7 ഇനി × 2, 2 ഉള്ളതുകൊണ്ട് × 2 കൊടുത്തു. പ്ലസ് അവിടെ കാർബണൽ ഗ്രൂപ്പ് സിഒന്റെ എത്രയാ വരുന്നത്? 10 ഉണ്ട് അവിടെ. അത് ഇൻറ്റു എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട് അവിടെ ഇലക്ട്രോൺസിന്റെ? 2. × 2. 36 - 34/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അവിടെ? 1 എന്ന് കിട്ടും. വിച്ച് മീൻസ് അവിടെ മെറ്റൽ ബോണ്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ് എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇനി അതേസമയം ടോട്ടൽ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട്സ് പെർ മെറ്റൽ ആറ്റം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറുന്നുണ്ട്. എന്താണ് വരുന്നത് നോക്കൂ, 18 മൈനസ് വാലൻസ് ഇലക്ട്രോൺ ബൈ n എന്ന് ഉള്ള ഫോർമുലയാണ് കേട്ടോ. 18 മൈനസ് വാലൻസ് ഇലക്ട്രോൺ ബൈ n എന്നാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് നോക്കാം
എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. നോക്കിക്കേ, CO കൊബാൾട്ട് ആണ് കേട്ടോ. CO ട്വൈസ്, ദെൻ CO 8 times. സോ നമ്മൾ എന്ത് പറയണം, ആദ്യം മെറ്റൽ മെറ്റൽ ബോണ്ട് ആദ്യം കണ്ടുപിടിക്കണം. സോ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 18 അല്ലെ, 18N ആയിരുന്നേ. അപ്പൊ 18N മൈനസ് ബാലൻസ് ഇലക്ട്രോൺസ് ബൈ 2 ആണ്. സോ 18 into 2, രണ്ട് മെറ്റൽ ആറ്റം ആയതുകൊണ്ട് തന്നെ 18 into 2, ദെൻ ബാലൻസ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാ വരിക? കൊബാൾട്ട് ആയതുകൊണ്ട് 9 into 2 പ്ലസ് എന്ത് വരും, 8 into 2 അല്ലെ, 16 വരും. സോ നമുക്ക് ടോട്ടലി 1 കിട്ടും. സോ മെറ്റൽ മെറ്റൽ ബോണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമ്മൾ എന്താ പറയുന്നത്, പെർ മെറ്റൽ ആറ്റത്തിന്റെ കേസ് ആണ് വരുന്നത്. സോ വാലൻസ് ഇലക്ട്രോൺ ബൈ N അല്ലേ പറയുന്നത്. 18 മൈനസ് വാലൻസ് ഇലക്ട്രോൺ ബൈ N. വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടിയത് ഇവിടെ എത്രയാ, 34 ആണ്. സോ 18 മൈനസ് 34/2 എന്ന് പറയുന്നത് എത്രയാ വരുന്നത്, 1 ആണ് വരുന്നത്. രണ്ടും 1 തന്നെയാണ്. നോക്കൂ, അടുത്തത് നോക്കൂ, തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. Fe3CO 12 times. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, 18 അല്ല, 18 into 3, അതായത് 54 വരും. ദെൻ അയണിന്റെ കേസിൽ 8 ആണ് വരുന്നത്. അപ്പൊ 8 into 3 ആണ് പ്ലസ് 2 into 12. കണ്ടുവോ? അപ്പൊ നമുക്ക് 3 കിട്ടും മെറ്റൽ ബോണ്ട്. പിന്നെ ബോണ്ട് പെർ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് 2 കിട്ടും. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടുവോ? ശ്രദ്ധിക്കുക. അടുത്ത് Ru3CO 12 times അല്ലെ. Ru3CO 12 times ആണ്. സോ അത് ഇതേപോലെ തന്നെയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലിപ്പോ FeRuOS ഫിറോസ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവരായിരിക്കും എല്ലാവരും. അയൺ, റുഥീനിയം, ഓസ്മിയം കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടെ അറിയേണ്ടത്, ഡൗൺ ദ ഗ്രൂപ്പ് ബ്രിഡ്ജിങ് ടെൻഡൻസി വിൽ ഡിക്രീസസ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഗ്രൂപ്പിന്റെ താഴേക്ക് വരുന്തോറും ബ്രിഡ്ജിങ് ടെൻഡൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറയുന്നുണ്ട്. നോക്കൂ, ടങ്സ്റ്റന്റെ ഒരു കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഈ മ്യൂ എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് വരികയാണ്. ബ്രിഡ്ജിങ് വന്നു കഴിഞ്ഞാൽ അവിടെ 3 ഇലക്ട്രോൺസ് ആണ് അവിടെ കോൺട്രിബ്യൂഷൻ വരുന്നത്. സോ നമ്മൾ 3 ഇട്ടിട്ട് വേണം അവിടെ ചെയ്യാനായിട്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തമായി ചെയ്തു നോക്കുക, അതിനുശേഷം മാത്രം ആൻസർ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാം ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആണ് മെറ്റൽ ക്ലസ്റ്റേഴ്സ്. മെറ്റൽ ക്ലസ്റ്റേഴ്സ് ഇസ് ഡിവൈഡഡ് ഇൻടു 2 കാർബണൽ ക്ലസ്റ്റേഴ്സ്, അതുപോലെ ഹാലൈഡ് ടൈപ്പ് ക്ലസ്റ്റേഴ്സ്. അങ്ങനെ 2 രീതിയിലുള്ള ക്ലസ്റ്റേഴ്സ് ആണ് ഉള്ളത്. കാർബണൽ ക്ലസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ മെറ്റൽ ബോണ്ട് എന്ന് പറയുന്നത് CO ഗ്രൂപ്പുമായിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ഈ കാർബണൽ ക്ലസ്റ്റേഴ്സിന്റെ പ്രത്യേകത. സോ ഹാലൈഡ് ടൈപ്പ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഹാലജനുമായിട്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി മെറ്റൽ ക്ലസ്റ്റേഴ്സിനെ ഇവിടെ കുറെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക എന്തൊക്കെയാ വരുന്നത് നോക്കൂ. N-1 ഈ ഓർഡറിൽ തന്നെ എഴുതി പഠിക്കുക. ഓക്കെ, ഈ ഓർഡറിൽ തന്നെ എഴുതി പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വായിച്ചു പഠിക്കരുത്, മിക്കവാറും എഴുതി പഠിക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ ഓർമ്മയിൽ വെക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. നോക്കൂ, അപ്പൊ N-1, N+0, പിന്നെ +2, +1, +2, +3, +4, +5, ആ ഒരു ഓർഡർ ശ്രദ്ധിക്കുക. പിന്നെ ഇത് നോക്കുക, SH, ഓക്കെ, തയോ ഗ്രൂപ്പ്. അതിന് CN, സൈനോ, തയോ സൈനോ അല്ലെ, തയോ അതുപോലെ സൈനോ. പിന്നെ എന്താ പറയാ, ആരോമാറ്റിക് ഹീറ്ററോസൈക്ലിക് കോമ്പൗണ്ട്, AHC, ആരോമാറ്റിക് ഹീറ്ററോസൈക്ലിക് കോമ്പൗണ്ട്. SH വന്നു കഴിഞ്ഞാൽ തയോ ഗ്രൂപ്പ് ആണെന്ന് അറിയാലോ. CN പറഞ്ഞാൽ സൈനൈഡ് ഗ്രൂപ്പ്. ചുമ്മാ അത് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുന്നത്. തയോ ഗ്രൂപ്പ്, സൈനോ ഗ്രൂപ്പ്, പിന്നെ ആരോമാറ്റിക് ഹീറ്ററോസൈക്ലിക് കോമ്പൗണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ ആ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അതിന്റെ കിട്ടും കേട്ടോ. നോക്കപ്പോ സൂപ്പർ ക്ലോസോ, S എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ ക്ലോസോ. H ഹൈപ്പർ ക്ലോസോ, C ആണെങ്കിൽ ക്ലോസോ, പിന്നെ നീഡോ, അരാക്കനോ, ഹൈപ്പോക്ലാഡോ. ഇതാണ് ആൾക്കാര്. ഞാനത് ഓർത്തു വെക്കാനാണ് ഈ തയോ ഗ്രൂപ്പ്, സൈനൈഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കോഡ് പോലെ യൂസ് ചെയ്യാൻ, നോ ഇഷ്യൂസ് ട്ടോ. ഓക്കെ, സോ ഇത് ആദ്യം പഠിച്ചു വെക്കണം മെറ്റൽ ക്ലസ്റ്റേഴ്സിന്റെ കേസിൽ. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അറിയേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പില് പോളിഹെഡ്രൽ ഇലക്ട്രോൺ കൗണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പോളിഹെഡ്രൽ ഇലക്ട്രോൺ ക്ലൗഡ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
ടോട്ടൽ ഇലക്ട്രോൺ ക്ലൗഡ് മൈനസ് 12n. ഓക്കെ, ടോട്ടൽ ഇലക്ട്രോൺ ക്ലൗഡ് മൈനസ് 12n ആണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 ആണെങ്കിൽ PEC by 2, പോളി ഇലക്ട്രോൺ ക്ലൗഡ് ബൈ 2. ഓക്കെ, പോളി ഇലക്ട്രോൺ ക്ലൗഡ് ബൈ 2 ആണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 3 സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കൂ, കാർബൺ ക്ലസ്റ്റേഴ്സിന്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ ഇതൊക്കെ അറിയേണ്ട ടോപ്പിക് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. നോക്കൂ, ഓസ്മിയത്തിന്റെയാണ് ആദ്യത്തെ. OS5 ടൈംസ് CO5. സോ നിങ്ങൾ ആലോചിക്കും, ഓസ്മിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിറോസിന്റെ കാര്യം അല്ലെ, FeReOS. അപ്പൊ അത് എത്ര വരും അവിടെ? 8 ആണ് വരിക. സോ 8 into 5 ടോട്ടൽ ഇലക്ട്രോൺസ് അല്ലേ, പ്ലസ് കാർബണിന്റെ ബാലൻസ് 4 ആണെന്ന് അറിയാം, പിന്നെ 15 ആണ്. സോ 15 into 2 ടോട്ടൽ എത്ര വരും? 74 വരുന്നുണ്ട്. ഇനി അടുത്ത പോളിഹെഡ്രൽ ഇലക്ട്രോൺ ക്ലൗഡിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാല് ഈ 74ൽ നിന്നും 12n ആണ് മൈനസ് ചെയ്യേണ്ടത്. സോ എത്ര വരും? 12 into 5 ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യും 60 വരും. സോ 74 മൈനസ് 60 എന്ന് പറയുന്നത് 14 ആണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ 14നെ by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? 7 കിട്ടുന്നുണ്ട്. 7. ഓക്കെ അല്ലേ? 7 ആണ് കിട്ടുന്നത്. സോ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? n+1, n+2, n+3 അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് എന്ന് പറയുന്നത് 5 ആണ്. സോ 5 പ്ലസ് എത്രയാണ്? 7. 5 പ്ലസ് 2 ആണ് 7 എന്ന് പറയുന്നത്. ദോർഫോർ ഏതിന്റെ ഏതാണ്? n+2ന്റെ ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു n+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരുന്നത്? എങ്ങനെ നമ്മൾ പഠിച്ച നോക്ക്, SHCN ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ കോമ്പൗണ്ട് അല്ലെ. ഇത് സൂപ്പർ ക്ലോസോ, ഹൈപ്പർ ക്ലോസോ, ക്ലോസോ, നീഡോ. ഇതാണ് നീഡോ, അരാക്കനോ, ദെൻ ഹൈപ്പോ, ക്ലാഡോ, ഇങ്ങനെയാണ് വരിക. സോ ഇവിടെ എങ്ങനെയാ വരുന്നത്? n-1, n+0, പിന്നെ n+1, n+2, 3, 4, 5 ഇങ്ങനെയാണ് വരിക. സോ n+2 അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ആരാത്? n+2 എന്ന് പറയുന്നത് നീഡോ ആണ് കേട്ടോ. നീഡോ ഓർത്ത് വെക്കുക, നീഡോ. ഓക്കെ, സോ നമുക്ക് നീഡോ ആണെന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. നോക്കൂ, ഓസ്മിയത്തിന്റെ തന്നെയാണ്. OS3 CO12 ടൈംസ്. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺ ക്ലൗഡ് കണ്ടുപിടിക്കുക. 8 into 3 plus 12 into 2, 48. Then 48 minus 12n. So 12 into 3 equal to 12. അപ്പൊ ടോട്ടൽ നമുക്ക് 12 കിട്ടുന്നുണ്ട്. 12 by 2 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, സോ 3 plus 3 ആണ് 6. അതുകൊണ്ട് തന്നെ n+3 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി നോക്കുക. SH, പിന്നെ എന്താ പറഞ്ഞ സയനൈഡ് ഗ്രൂപ്പ്, ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ കോമ്പൗണ്ട് അല്ലെ. ഇവിടെ എന്താ? -1 +0, 1, 2, 3, 4, 5. സോ നമുക്ക് ഇവിടെ എന്താ വന്നിട്ടില്ല? n+3 ആണ്. സോ ഇത് ആരായിരിക്കും? A പറഞ്ഞു കഴിഞ്ഞാല് അരാക്നോ. പിടികിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് ഓസ്മിയത്തിന് തന്നെയാണ് വരുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് എത്രയാണ് വരുന്നത്? 12 by 2 എന്ന് പറയുന്ന 6 അതാണ് വരുന്നത് അല്ലെ. 12 by 2 എന്ന് പറയുന്നത് 6 ആണ്. സോ ഇവിടെ 5 + 1, n+1 ആണ് ഇവിടെ വരുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. n+1 ആണ് വരുന്നത്. n+1 എന്ന് പറഞ്ഞാൽ +1 ആരാണ്? ഇയാള് അല്ലെ. സോ ക്ലോസോ, C എന്ന് പറയുന്നത് ക്ലോസോ. സോ ക്ലോസോ ആണ് ഇവിടെ ആൻസർ വരുന്നത്, ക്ലോസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ കാർബൺ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കാർബോറൈൻസിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. പിന്നെ ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, മൈനസ് ചാർജ് വന്നു കഴിഞ്ഞാല്, ഓക്കെ, മൈനസ് ചാർജ് കണ്ടോ വന്നിട്ടുള്ളത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. മൈനസ് ചാർജ് വന്നു കഴിഞ്ഞാൽ അത്രയും ചാർജ് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ചാർജ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത്രയും ചാർജ് മൈനസ് ചെയ്ത് കൊടുക്കുക. അതായത് സബ്സ്ട്രാക്ട് ചെയ്യുക. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. ഇത് മെറ്റൽ ബോൺസിന്റെ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. മെറ്റൽ ബോൺസ് നമ്മൾ പറഞ്ഞല്ലോ ഇക്വേഷൻസ് ഓൾറെഡി. സോ അതിന്റെയാണ് കേട്ടോ. ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് വെയ്റ്റ്സ് നോമൻക്ലേച്ചർ. ഓക്കെ, വെയ്റ്റ്സ് നോമൻക്ലേച്ചർ.
ഇമ്പോർട്ടന്റ് ആണ് വെയ്റ്റ്സ് നോമെൻക്ലേച്ചർ. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ബൊറൈൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൊറൈൻ ആണ്. ഓക്കെ, ബൊറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ വരുന്നതാണ്? ബോറോണും ഹൈഡ്രജനും വരുന്നവരാണ് ബൊറൈൻസ് എന്ന് പറയുന്നത്. അതുപോലെ കാർബോറൈൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു കാർബണും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കാർബോറൈൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, മാറിപ്പോകരുത്. നമ്മൾ അപ്പോഴേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അതിൽ ഒരു ടേബിളും കൂടെ എക്സ്ട്രാ വന്നേ ഉള്ളൂ കേട്ടോ. നോക്കൂ, N-1 അല്ല, അങ്ങനല്ലേ പറഞ്ഞേ? 0, 1, 2, 3, 4, 5. പിന്നെ SH, CN, AHC ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, ഇനി ഇതിന് നമുക്ക് എന്താണ് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഫോം ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. BN-HN ഇങ്ങനെയല്ലേ വരിക? അല്ലെ, BN-HN ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാർജിന്റെ കേസാണ്. ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇവിടെ എന്താ -1 അല്ലേ? ആ -1ന്റെ കൂടെ ഒരു ഇൻറ്റു -2 ചെയ്യാം. മനസ്സിലായോ? -1ന്റെ കൂടെ ഒരു ഇൻറ്റു -2 ചെയ്യാം. സോ അവിടെ എന്ത് വരും? +2 അല്ലെ? +2 വരും. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാത്തിന്റെ കേസും അങ്ങനെ തന്നെയാണ്. നോക്കൂ, 0ന്റെ മാത്രമല്ല ശ്രദ്ധിക്കണം, അവിടെ 1 ആണ് വരിക. അടുത്ത നോക്കൂ, 1 ഇൻറ്റു -2 -2, -2 ഇൻറ്റു -2 -4, -3 ഇൻറ്റു -2 -6, -4 ഇൻറ്റു -2 -8, -2 ഇൻറ്റു 5 -10. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് ചെയ്തു പോകുന്നത്. സോ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഫോമും കൂടെ അറിഞ്ഞിരിക്കണം. ഇത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, അതാ പറഞ്ഞു വന്നത്. ഓക്കെ. സോ ഇതിനകത്ത് കിട്ടിയില്ലേ? എന്താ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? -1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിലും ഇൻറ്റു -2 ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെൽറ്റൽ പെയേഴ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. സ്കെൽറ്റൽ പെയേഴ്സ് എന്നാണ് ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇതിൽ അറിയേണ്ട രണ്ടൊരു പോയിന്റ് ഉണ്ട്. ക്ലോസോ ഹാസ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി. അപ്പൊ നമ്മൾക്ക് ഇനിയിപ്പോ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഏതിനാണ് കൂടുതൽ ഹൈ തെർമൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനാദ്യം ഡെഡ്യൂസ് ചെയ്യണം. ഏതാ, ക്ലോസോ ആണോ, നിഡാണോ, അരോക്കനോ ആണോ എന്നുള്ളത്. അപ്പൊ അതിനായിരിക്കും, അതിലിപ്പോ ക്ലോസോ ഉണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഗ്രേറ്റർ സൈസ് ഓഫ് ക്ലസ്റ്റർ, ഗ്രേറ്റർ ബ്രോൺസ്റ്റഡ് ആസിഡിറ്റി. സൈസ് ഓഫ് ക്ലസ്റ്റർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡിറ്റി എന്ന് പറയുന്നത്, ബ്രോൺസ്റ്റഡ് ആസിഡിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. ഈ 2 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ B2H6 ആണ് വന്നിട്ടുള്ളത്. കണ്ടുവോ? അപ്പൊ B2H6 എന്ന് പറയുന്ന സമയത്ത് B2 അല്ലെ, നമുക്കതിനെ എങ്ങനെ എഴുതാം? BnHn റേസ് ടു എത്ര? 4 എണ്ണ വരുന്നത് അല്ലെ? സോ റേസ് ടു -4 അല്ലെ? സോ അത് പ്രകാരം നമുക്ക് എങ്ങനെയായിരുന്നു? നമുക്ക് SHCN ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ട് ഇങ്ങനെ വരിക. സോ നമുക്ക് ഇതിൽ അറിയാം -4 വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും -2 കൊണ്ടല്ലേ ഇൻറ്റു ചെയ്യാൻ ഞാൻ പറഞ്ഞേ. അപ്പൊ 2 ഇൻറ്റു -2 അല്ലേ ആര്? -4 അല്ലേ? സോ നമുക്ക് അത് വെച്ച് ചെയ്യാലോ. -1 0 +1 2 3 4 5. സോ 2 ഇൻറ്റു -2 ആണ് എന്തെന്ന് പറയുന്നത്? -4 എന്ന് പറയുന്നത് അല്ലേ? സോ നമുക്ക് എന്തെടുക്കാം? ഇവിടെ ആര് വരും? 2 ആരാ ഉള്ളത് ഇവിടെ? ഇയാളല്ലേ 2 ഉള്ളത്. 2 ആർക്കാ? N-ന്. N മീൻസ് നിഡോ. സോ നമുക്ക് നിഡോ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്ത എക്സാമ്പിള് B5H8 മൈനസ് അല്ലേ? അപ്പൊ നമുക്കറിയാം അവിടെ എന്താ വരിക? BnHn അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 5 കഴിഞ്ഞ് 6 7 8 3 വരുന്നുണ്ട്. പിന്നെ അവിടെ ഓൾറെഡി ഒരു മൈനസ് ചാർജ് ഉണ്ട്. സോ രണ്ടും കൂടെ ചേർന്ന് എന്താവും? -4 ആവും. നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ -4 വന്നു കഴിഞ്ഞാൽ അത് നിഡോ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ B9H15 അല്ലേ? സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? B9H9 9 കഴിഞ്ഞ് 6 ആണ് വരുന്നത്, -6 ആണ് വരുന്നത് അല്ലേ?
സോ -6 വരുന്ന സമയത്ത് 3 × -2 ആണ് -6. സോ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2ൽ ഇടുവാണെന്ന് പറഞ്ഞു അല്ലെ. അതായത് SHCNAHC. അപ്പോ 3 എന്ന് പറയുന്ന ആരാണ്? അരാക്കനോ ആണ്. അപ്പോ ആൻസർ എന്ന് പറയുന്ന ആരാ? അരാക്നോ. ഓക്കെ, ഇത് കിട്ടിയല്ലോ, എളുപ്പമല്ലേ, കുഴപ്പമില്ല. അടുത്തത് കാർബോറൈൻസിന്റെ കേസാണ്. ഓക്കെ, കാർബോറൈൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താ, ഒരു കാർബണും കൂടെ വന്നേക്കും എന്ന് പറഞ്ഞു അല്ലെ, കാർബണും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കാർബോറൈൻസിന്റെ കേസിൽ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഈ ഒരു ടേബിൾ ആണ്. ഈ ഒരു ടേബിള് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4 ആണ്. അതായത് സാധാരണ ബിയും എച്ചും ആണ് ഈ പറയുന്ന പോയിന്റ്സിൽ വരിക. സോ അതില് എന്ത് വരുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡെഡ്യൂസ് ചെയ്യും, ഇതിപ്പോ ക്ലോസോ ആണോ നിഡോ ആണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതിനാണ് ഈ കാർബോറൈൻസിനകത്ത് പറയുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ടത് കാർബൺ ആണ് വരുന്നതെന്ന് വിചാരിക്കൂ ബോറൈൻസിന്റെ കൂടെ. ഞാൻ പറഞ്ഞു കാർബണിന്റെ എത്രയാണ് വാലൻസ് വരുന്നത്? 4 ആണ് വരുന്നത് അല്ലെ, 4. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ബോറൈൻസിന്റെ കേസിൽ ബിയും എച്ചും ആണെന്ന് അറിയാമല്ലോ. ആദ്യം ബിയും എച്ചും എഴുതുക. നിങ്ങൾ പറയൂ ബോറോണിന്റെ എത്രയാണ് വാലൻസ് വരുന്നത്? 3 ആണ്. ഹൈഡ്രജന്റെ എത്രയാണ്? 1. 3 + 1 എന്താ? 4 അല്ലേ? 4 അല്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാർബൺ എന്തിന് ഈക്വൽ ആണ്? BH എന്ന് പറയുന്ന എൻറ്റൈറ്റിക്ക് ഈക്വൽ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു കാർബണിന് പകരം BH എന്ന് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനിയിപ്പോ നൈട്രജൻ ആണ് വരുന്നത് വിചാരിക്കൂ. നൈട്രജന്റെ എത്രയാ? 5 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ആലോചിക്കൂ, BH എഴുതി, ബിയും എച്ചും എഴുതി കഴിഞ്ഞാൽ എത്രയാവുള്ളൂ? 3 + 1 4 ആവുള്ളൂ, പോരാ, 5 വരണ്ടേ? സോ H2 എന്ന് കൊടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ നൈട്രജൻ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? BH2-ന് ഈക്വൽ ആണ്. ഓക്സിജൻ ആണെങ്കിൽ അത് BH3-ക്കാണ് ഈക്വൽ. ഓക്കെ, ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആരെ റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നോക്കിക്കേ, C2B10H12 ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. C2B10H12 എന്ന് പറയുന്നത്. സോ അതിനകത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സീൻ അങ്ങ് റീപ്ലേസ് ചെയ്യണം എന്നാ പറഞ്ഞത് അല്ലെ. സീൻ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ഞാൻ പറഞ്ഞു സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? BHന് ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? BH twice B10H12. BH twice B10H12. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതിനെ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. ബി എവിടെ എത്ര ഉണ്ട്? 10. 10 + 2 12. സോ B12. H എത്ര വരും? 12 + 2 14. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആസ് യൂഷ്വൽ പഴയ പോലെ ചെയ്യാം. B12 H12 എത്ര വരും ബാക്കി? -2 അല്ലെ, -2. -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 × -2 ആണ് -2. 1 എന്ന് പറയുമ്പോ ഇപ്പൊ ഏതായിരിക്കും? AHCN അല്ലെ. -1 0 + 1 അതായിരിക്കും മൂന്നാമത്തെ ആളാണ്. AHC C എന്ന് പറയുന്ന ആള്. C ആരാത്? ക്ലോസോ. സോ ഈ ഒരു കോമ്പൗണ്ട് എന്തിന് എക്സാമ്പിൾ ആണ്? ക്ലോസോയ്ക്ക് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? പിടികിട്ടിയോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. കണ്ടു, ഇതാ കേട്ടോ ക്ലോസോ എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. C2B4H7. അപ്പൊ ഈ കേസിൽ എന്താ വരുന്നത് നോക്കൂ. C2B4H7 മൈനസ്, ഒരു മൈനസ് ചാർജും കൂടി ഉണ്ട് അല്ലെ. ഓക്കെ, സോ C ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് കൊടുത്തു? BH എന്ന് കൊടുത്തു. എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്ന നേരത്ത് നമുക്ക് എങ്ങനെ എഴുതാം? B6H9 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇപ്പൊ ഇവിടെ എത്ര ബാലൻസ് വരുന്നുണ്ട്? 3 ആണ് ബാലൻസ് വരുന്നത് അല്ലെ. ഇനി ഈ 3യും -1ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? -4 ആയി അല്ലെ. -4 അങ്ങനെയാണ് ഇവിടെ -4 വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ -4 വരണമെങ്കിൽ അത് 2 ആയിരിക്കും. 2 × -2 അല്ലേ -4 എന്ന് പറയുന്നത് അല്ലേ.
അപ്പൊ നമുക്ക് എങ്ങനെ വരിക? 2 വരുന്നുണ്ടെങ്കിൽ ഏതായിരുന്നു? ഓൾറെഡി പറഞ്ഞ നമ്മൾ 2 വരണമെന്നുണ്ടെങ്കിൽ അത് നീഡോ ആയിരിക്കും അല്ലേ? നീഡോ. നീഡോ. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. CP ട്വൈസ്, CO ട്വൈസ്, B4H6 ആണ്. സോ ഇങ്ങനെ വരുന്ന കോമ്പൗണ്ടുകളിൽ, അതായത് കൊബാൾട്ട് ആണ് അവിടെ വന്നിട്ടുള്ളത് അല്ലേ? അതൊരു മെറ്റൽ അല്ലേ? കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു മെറ്റൽ ആണ് അല്ലേ? എലമെന്റ് ആണ്, ബട്ട് സ്റ്റിൽ മെറ്റൽ ആണ് അവിടെ. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രോൺ കൗണ്ട് എടുക്കാം. ഒന്നിൽ കൂടുതൽ വന്നുമല്ലോ. CP ഉണ്ട് അല്ലേ? സൈക്ലോ പെൻഡഡൈൻ അതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഇലക്ട്രോൺ കൗണ്ട് ആണ് ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ സൈക്ലോ പെൻഡ അല്ലേ? സോ ഹൈ വരും. പ്ലസ് കോബാൾട്ടിന്റെ കേസിൽ 9 വരും. സോ 9 വരും കേട്ടോ. ട്വൈസ് ഉള്ളതൊന്നും എടുക്കണ്ട. ഇനി രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 14 ആണ് വരുന്നത്. 14 ഇലക്ട്രോൺസ് ആണ് അവിടെ വരുന്നത്. ഈ കേസിലാണ് നമ്മൾ ഐസോലോബൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്, അത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായി ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, 14 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 14 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അത് 4 ഇലക്ട്രോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 15 ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് 5 ഇലക്ട്രോൺസ് ആയിട്ടും, 16 ആണെങ്കിൽ 6, 17 ആണെങ്കിൽ 7. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യാതെ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നോക്കൂ, നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 14 ഇലക്ട്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? 14 ഇലക്ട്രോൺസ് ആരാണ്? 4 ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 4 ഇലക്ട്രോൺ ആണെങ്കിൽ അത് എന്തിനാ ഈക്വൽ ആണ്? കാർബണിന് ഈക്വൽ ആണ് അല്ലെ? കാർബൺ ആണെങ്കിൽ അത് സിയും എച്ചും ആണ് വരുന്നത് അല്ലേ? ഓക്കെ, സോറി, CH അല്ല, BH ആണ് വരുന്നത് അല്ലേ? സോ BH ട്വൈസ് എന്ന് എഴുതി. മനസ്സിലായോ വല്ലതും? അതായത് ഈ ഒരു പാർട്ടിനെ ഫുൾ ആയിട്ട് നമ്മൾ എന്ത് എഴുതി? ഈ ഒരു പാർട്ടിനെ ഫുൾ ആയിട്ട് നമ്മൾ എന്ത് എഴുതി? BH എന്ന് എഴുതി. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, കാരണം 14 ഇലക്ട്രോൺ ആയതുകൊണ്ട് BH എന്ന് എഴുതി. ദെൻ ട്വൈസ് B4H6. ഓക്കെ, പിന്നെ ബാക്കി ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത പോലെ. ഓക്കെ, ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് 2 എന്ന് പറയുമ്പോൾ ക്ലോസോ 1 × -2 അല്ലേ വരുന്നത്? സോ CNന്റെ കേസില് ക്ലോസോ ആണ് വരിക. അതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിക്കൽ കണ്ടു, നിക്കലിന്റെ കേസിൽ. സോ അവിടെ എന്താ വരുന്നത്? 5 + 10 ആണ് വരിക അല്ലേ? സോ 15 ഇലക്ട്രോൺസ് ആണ് അവിടെ വരുന്നത്. സോ അതിന്റെ കേസിൽ ഇങ്ങനെ വരും, ചെയ്ത് നോക്കുക. B8H12 വരും. ദെൻ നീഡോ ആണ്. നീഡോ കേട്ടോ. 15 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ 5 ഇലക്ട്രോൺസ് ആയിട്ട് എടുക്കുക അല്ലേ? 5 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? BH ട്വൈസ് 2ന് ഈക്വൽ ആണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കണോ? ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഏകദേശം എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഫിഫ്ത്ത് എക്സാമ്പിൾ, C2B4H PT PET ത്രൈസ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന PT കണ്ടോ, PT PET ത്രൈസ്, അതിന്റെ PET 3 ദെൻ ട്വൈസ്. അതിന്റെ ആദ്യം ഇലക്ട്രോൺ കൗണ്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് സാധാ പോലെയുള്ള ആൾക്കാരാണല്ലോ. അങ്ങനെ കൗണ്ട് എടുക്കുമ്പോൾ പ്ലാറ്റിനം 10, ദെൻ 2 × 2 ആണ് വരിക. ഓക്കെ, ഇപ്പൊ 14 ഇലക്ട്രോൺസ് ആണ് അവിടെ വരിക. 14 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? 4 ഇലക്ട്രോൺസിന് ഈക്വൽ ആണ് അല്ലേ? അത് 4 അല്ലെ? അതായത് BH ട്വൈസ്, BH2 അതിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് കിട്ടും? സോറി, BH2 ഇല്ല, BH 3 + 1 4. BHന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിനി എന്ത് ചെയ്യുക? ആ ടോട്ടൽ എൻറ്റൈറ്റിക്ക് എന്ത് കൊടുക്കുന്നത്? BH എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ,
അടുത്ത് നോക്കൂ, ആ ടോട്ടൽ എൻഡൈറ്റിക്കാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ശ്രദ്ധിക്കണം, മാറിപ്പോരുതേ. നെക്സ്റ്റ് നോക്കൂ, C2ക്ക് BH എന്ന് കൊടുത്തു, ബാക്കിയുള്ളത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. സോ നമുക്ക് എന്തിൽ ക്ലോസോൺ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ മെറ്റൽ ക്ലസ്റ്റേഴ്സ്, കാർബോറൈൻസ്, ബോറൈൻസ് ഉള്ള ആൾക്കാർ, വെയ്റ്റ്സ് റൂള്, ഇതെല്ലാത്തിന്റെ അപ്ലിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് തിരിച്ചറിയാൻ അറിയണം ഏതാണ് ക്ലോസോ ഏതാണ് നിഡോ അരാക്കിനോ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് മാക്സിമം എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. കാർബണൽ ക്ലസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ലോ ന്യൂക്ലിയാരിറ്റി കാർബണൽ ക്ലസ്റ്റർ, അതിനെ നമ്മൾ LNCC എന്നും, രണ്ടാമത് ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൽ ക്ലസ്റ്റർ HNCC എന്നും പറയും. ലോ ന്യൂക്ലിയാരിറ്റി ആൻഡ് അതുപോലെ ഹൈ ന്യൂക്ലിയാരിറ്റി, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ന്യൂക്ലിയാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ആറ്റത്തിനെയാണ് ന്യൂക്ലിയാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോന്നിനെയും കുറിച്ച് ഡിഫൈൻ ചെയ്യാം. LNCC അല്ലെങ്കിൽ ലോ ന്യൂക്ലിയാരിറ്റി കാർബണിൽ ക്ലസ്റ്റർ. ഓക്കെ, LNCCക്കകത്ത് നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്, മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. 2 ആവാം, 3 ആവാം, 4 ആവാം. ഒരിക്കലും 4ൽ എന്ത് ചെയ്യില്ല, അത് കൂടില്ല. നമ്പർ ഓഫ് മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 2, 3, 4 ഒക്കെയാണ് വരിക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെയൊക്കെ വിളിക്കാം? ഡൈ അല്ലെങ്കിൽ ട്രൈ ടെട്ര ന്യൂക്ലിയർ കാർബണിക് ക്ലസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, നോക്കൂ, LNCCയുടെ ഡൈ ന്യൂക്ലിയർ കാർബണിക് ക്ലസ്റ്ററിന് എക്സാമ്പിൾ ആണ് Mn ട്വൈസ് ഉണ്ടോ, Mn2CO 10 times, Fe2CO 4 times. അതുപോലെ ട്രൈ ആണെങ്കിൽ മെറ്റൽ ആറ്റം 3 ഉണ്ടാവും, Fe3CO 12, ഓസ്മിയം OS3CO 12. ടെട്ര ആണെങ്കിൽ 4 times, ഇറിഡിയം അതുപോലെ കൊബാൾട്ടിന്റെ 2 കോംപ്ലക്സ്. ഈ LNCCയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫോളോസ് ഇൻ ദ 18 ഇലക്ട്രോൺ റൂൾ. 18 ഇലക്ട്രോൺ റൂളിനെ അതായത് എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് LNCCനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ HNCC ആണ്. HNCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്, വളരെ കുറവാണ് പറഞ്ഞു അല്ലെ, 2, 3, 4 ഒക്കെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 4 ആയിരിക്കും ഉണ്ടാവുക. നമ്പർ ഓഫ് മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? മോർ ദാൻ 4, 4നെക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ, Ru 6 times, CO, CCO 17 times. ഓക്കെ, സോ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് HNCC, അത്രയേ ഉള്ളൂ, അതിനകത്ത് കൂടുതലൊന്നുമില്ല. ദെൻ ഇലക്ട്രോൺ കൗണ്ടിങ് സ്കീം ഫോർ HNCC ആൻഡ് LNCC എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? വെയ്റ്റ്സ് റൂൾ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. HNCCയുടെ ആയാലും LNCCയുടെ ആയാലും ഇലക്ട്രോണിന്റെ കൗണ്ടിങ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന്റെ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, വെയ്റ്റ്സ് റൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻ ദ ടോട്ടൽ ഇലക്ട്രോൺ ക്ലൗഡ് മൈനസ് 12n/2 ആണെന്നുള്ളത് അല്ലെ, നമ്മളത് ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹാലൈഡ് ക്ലസ്റ്റേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെറ്റൽ ക്ലസ്റ്റേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു 2 എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിനകത്തൊന്ന് കാർബണിക് ക്ലസ്റ്റേഴ്സും രണ്ടാമത് ഹാലൈഡ് ക്ലസ്റ്റേഴ്സ് ആണ്. അല്ല, കാർബണിക് ക്ലസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് ഹാലൈഡ് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, മെറ്റൽ ആറ്റം വിൽ ബി ഇൻ റിലേറ്റീവ്ലി ഇൻ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഹാലൈഡ് ക്ലസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ക്ലസ്റ്ററിലും എന്തുണ്ടാവും? മൾട്ടിപ്പിൾ ബോണ്ട്സ്, അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഹാലൈഡ് ക്ലസ്റ്റേഴ്സ് കുറെ ടൈപ്പുകളുണ്ട്. നോക്കൂ, ഒന്ന് ഡൈ ന്യൂക്ലിയർ ക്ലസ്റ്റർ, ദെൻ ട്രൈ ന്യൂക്ലിയർ ക്ലസ്റ്റർ, ടെട്ര, അതുപോലെ ഹെക്സ. ഓക്കെ, ഇപ്പൊ ഡൈ ന്യൂക്ലിയർ ക്ലസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 മെറ്റൽ ആറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. എത്ര ഉണ്ട്? 2 മെറ്റൽ ആറ്റം ഉണ്ടാവും അവിടെ. ഇപ്പോൾ ട്രൈ ആണെങ്കിൽ അത് 3 മെറ്റൽ ആറ്റം ആവും, ടെട്ര ആണെങ്കിൽ 4, ഹെക്സ ആണെങ്കിൽ 6. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. റീനിയം അല്ലെ, Re2, അതുപോലെ Re3, ദെൻ മോളിബ്ഡിനത്തിന്റെ 4, ടങ്സ്റ്റൺ 4, മോളിബ്ഡിനം 6. ഓക്കെ, ഡൈന്യൂക്ലിയറിന്റെ കേസിൽ എക്ലിപ്സ്ഡ് ആയിരിക്കും സ്റ്റാഗേർഡിനേക്കാളും എന്ത് സ്റ്റേബിൾ. അതൊന്ന് ഓർത്ത് വെക്കുക, ആ ഒരു പോയിന്റ് കേട്ടോ.
സോ ഇത്രയാണ് ഹാലൈഡ് ക്ലസ്റ്റേഴ്സിന്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഐസോ ഇലക്ട്രോണിക് ആൻഡ് ഐസോലോബൽ റിലേഷൻഷിപ്പ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഐസോലോബലിന്റെ കേസാണ് ഇമ്പോർട്ടന്റ്. അതിൽ ഇലക്ട്രിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ കമ്പോസിഷൻ ഓഫ് മെറ്റൽ ആറ്റംസ് ആയിരിക്കും. ഓക്കെ, സിമിലർ കമ്പോസിഷൻ ഓഫ് മെറ്റൽ ആറ്റംസ് ഓഫ് സെയിം ഗ്രൂപ്പ്. എക്സാമ്പിൾ നോക്കൂ, CO ത്രൈസ്, അതുപോലെ IR CO ത്രൈസ്. അവര് എന്താണ് ഐസോ ഇലക്ട്രോണിക് ആണ്. അതുപോലെ നോക്ക് ലിഗാൻസ് ഇവിടെ സെയിം ആണ് രണ്ടിന്റെയും കേസ് കണ്ടോ. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെ, ലിഗാൻസ് സെയിം ആയിരിക്കും, മെറ്റൽ ആറ്റം ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കൂ, ഒന്ന് 8th ഗ്രൂപ്പ് ഒന്ന് 9th ഗ്രൂപ്പ് ആണ്, പക്ഷെ ലിഗാൻസ് അവിടെ സെയിം ആണ്. ഇവരെന്താണ് ഐസോ ഇലക്ട്രോണിക് ആണ്. അതുപോലെ CO സബ്സ്റ്റിറ്റ്യൂട്ടഡ് NO ഗ്രൂപ്പ്, CO സബ്സ്റ്റിറ്റ്യൂട്ടഡ് NO ഗ്രൂപ്പ് എക്സാമ്പിൾ ആണ്. ഓക്കെ, മെറ്റൽ ആറ്റം ബോണ്ടഡ് ടു 6 ഇലക്ട്രോൺ ഡോണർ. 6 ഇലക്ട്രോൺ ഡോണറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള മെറ്റൽ ആറ്റം, ഇവരും എന്ത് തന്നെയാണ് ഐസോ ഇലക്ട്രോണിക് ആണ്. ഇനി വരുന്നതാണ് ഐസോ ലോബൽ അനലോഗി. ഓക്കെ, ഇത് ഇച്ചിരി കൂടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പോയിന്റ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. 2 fragments are isolobal if they have same frontier orbitals. Frontier orbitals തന്നെ അറിയില്ലേ, ഹോമോലൂമോ അല്ലെ. ഇപ്പൊ 2 ഫ്രാഗ്മെന്റ്സ് ഐസോലോബൽ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്താ അതിന്റെ പ്രത്യേകത, വാട്ട് ഇസ് ദ നെസസിറ്റി എന്ന് പറയുന്നത്, they should have same frontier orbitals എന്നുള്ളതാണ്. അതുപോലെ അവർക്ക് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, അല്ല സെയിം സിമട്രി ആയിരിക്കണം, അതുപോലെ അപ്രോക്സിമേറ്റ് എനർജി ആയിരിക്കണം. ഇതെല്ലാമാണ് അതിന്റെ കണ്ടീഷൻസ് ഐസോലോബൽ അനലോഗി ഉണ്ടാവാനായിട്ട്. ഇതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യണം നമുക്ക് നോക്കാം. നമുക്ക് ആരോ മാർക്ക് കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഐസോലോബൽ അനലോഗി കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഐസോലോബൽ അനലോഗി നമ്മൾ അതിനകത്ത് കാണിക്കുന്നത്, ഓർത്ത് വെക്കുക. നിക്കൽ ടെട്രാ കാർബണേറ്റിന്റെ കേസാണ്. നമ്മൾ അതിൽ ആദ്യം ഇലക്ട്രോൺസിനെ എടുക്കുകയാണ്. എത്ര വരും, 10+8 18 ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലെ, 18 ഇലക്ട്രോൺസ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളിവിടെ ബൊറൈൻസിന്റെ കേസിൽ ഓർമ്മയില്ലേ, BH എന്ന് പറഞ്ഞ എടുത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. CH4 എടുത്ത് നോക്കൂ, സിയിൽ എത്ര വരും, 4, ദെൻ Hൽ 4, 4+4 8. സോ 18 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 8 ഇലക്ട്രോൺസിന് ഈക്വൽ ആണ്. ഓക്കെ അല്ലേ. സോ നിക്കൽ ടെട്രാ കാർബണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഐസോലോബൽ വിത്ത് ഇൻ ദ CH4. പിടി കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് FeCO5 ടൈംസിന്റെ കേസാണ്. അതും എത്ര തന്നെ വരുന്നത്, 8+10 18 ഇലക്ട്രോൺസ് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം ഇത് രണ്ടും അങ്ങനെ തന്നെ വരും, ഐസോലോബൽ ആണ് കിട്ടി. നെക്സ്റ്റ് നോക്കൂ, നിക്കൽ ട്രൈ കാർബണിലാണ്. അതിൽ എത്രയാ വരുന്നത്, 10+6 എത്രയാ, 16 ഇലക്ട്രോൺസ് ആണ് അവിടെ വരുന്നത് അല്ലെ. 16 ആയതുകൊണ്ട് തന്നെ എത്ര വരാം അവിടെ, CH2, അതായത് കാർബണിന്റെ 4ഉം ഹൈഡ്രജന്റെ 2ഉം. സോ 4, 5, 6 ഇലക്ട്രോൺസ്. അത് ഐസോലോബൽ ആണ് അല്ലെ. അതുപോലെ നോക്കി ഈ CH- കേസ് കൂടെ നോക്കി, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും, Hന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും. മൈനസ് ചാർജ് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, 1 ആഡ് ചെയ്യാൻ പറഞ്ഞു. സോ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ, അതും എന്ത് തന്നെയാണ്, 6 തന്നെയല്ലേ അല്ലേ. അപ്പൊ നമുക്കിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഇതിൽ രണ്ടുപേരും ഇവർക്ക് എന്താണ് ഐസോലോബൽ ആണ്. നിക്കൽ CO ത്രൈസിന് ഐസോലോബൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, MnCO5 ടൈംസ്. ഓക്കെ, സോ 17 ഇലക്ട്രോൺസ് വരുന്നുണ്ട്, നമുക്ക് അവിടെ 7 ഇലക്ട്രോൺസ് വരണം. സോ C, അതുപോലെ 3 H, സോ 4+3 7. ഓക്കെ, അടുത്തത് നോക്കൂ, FeCO2 CP ആണ്. Fയുടെ 8, ദെൻ 2 × 2 4 പ്ലസ് CPയുടെ 5, ടോട്ടൽ 17 ഇലക്ട്രോൺസ്. സോ CH3 തന്നെ. നെക്സ്റ്റ് നോക്കിക്കേ, CrCO2 CP. അപ്പൊ ഇവിടെ എങ്ങനെയാ വരുന്നത്, 6 പ്ലസ് 2 × 2 4 പ്ലസ് 5, അത് 14 ഇലക്ട്രോൺസ് ആണ്. 14 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കാർബണിന്റെ 4 എണ്ണവും ഒരു ഹൈഡ്രജനും അല്ലെ. സോ +1, അങ്ങനെ വരുന്ന നേരത്തെ എത്ര വരും, അത് CH. അത്രയല്ലേ വരാനുള്ളൂ അവിടെ. സോ ഇതെല്ലാം ഐസോലോബൽ ആണ്.
ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഐസോലോബിൾ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന് 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ആരാണ് ഐസോലോബിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ നോക്കൂ, CpCO CO അല്ലെ. സോ അതിൽ നോക്കി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 5 + 2 + 9 16 ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലെ. 16 ഇലക്ട്രോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഇലക്ട്രോൺസും കൂടെ നോക്കിക്കേ. CH- എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ് അല്ലെ. 4 + 1 + 1 ആണ്, അതായത് 6 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ്, നമ്മൾ 16 ഇലക്ട്രോൺസിന് കറക്റ്റ് ആയി. അടുത്തത് CH3+ ആണ്. CH3+ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? CH3+, 4 + 3 - 1 അല്ലെ, എങ്ങനെയല്ലേ വരിക? അപ്പൊ ഞാൻ പറഞ്ഞു പ്ലസ് ചാർജ് വന്നാൽ അതിനെ സബ്സ്ട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ. സോ 7 - 1 എത്ര വരും? 6 വരും. അതും കറക്റ്റ് ആണ്, അതും കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? അത് 3ഉം ഐസോലോബിൾ ആണെന്ന് പറയാം. അടുത്ത നോക്കൂ, ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ കേസ് നമുക്ക് അറിയാം, എന്തറിയാം? 15 വരിക അല്ലെ. CH2+ എന്ന് പറയുമ്പോൾ എത്ര വരാം? 4 5 6 6 - 1 5 ആണ് വരുന്നത്. ഓക്കെ, അതും ഓക്കെ. പിന്നെ NiCO2ന്റെ കേസ് നോക്കൂ, അത് എത്ര? 14 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സോ അവർ എന്തല്ല? ഐസോലോബിള് അല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, സൾഫർ. 16 ആണ് വരുന്നത് അല്ലെ. സൾഫർ പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലേ, അപ്പൊ അതും വന്നില്ല. അപ്പൊ ടോട്ടലി സോറി 6 തന്നെയാണ് സൾഫർ, സോറി. അപ്പൊ അതും വന്നു. അപ്പൊ ടോട്ടൽ നമുക്ക് A ആൻഡ് C ആണ് ആൻസർ ആയിട്ട് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കൂ, IrCO thrice can be replaced by, ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ റീപ്ലേസ് ചെയ്യാം നമുക്ക്? IrCO5ന്റെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെയാ വരിക? IR9 വരും അല്ലേ. പിന്നെ CO3ന്റെ 2 × 3 6 വരും. അപ്പൊ ടോട്ടൽ 15 ഇലക്ട്രോൺസ് ആണ്. സോ 15 ഇലക്ട്രോൺസ് വരുന്ന 5 ഇലക്ട്രോൺസ് വരുന്നത് ഏതാന്ന് നോക്കുക. ഏതായിരിക്കും? CH അല്ലെ. 4 + 1 5. സോ അവരായിരിക്കും ആൻസർ. ആൻസർ C. അടുത്ത നോക്കൂ, ഒരു ഇത് തന്നിട്ടുണ്ട്, ഓസ്മിയത്തിന്റെ 3 ഫ്രാഗ്മെന്റ് ഓഫ് ദിസ് കോംപ്ലക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ. ഇതിലെ ഒരു ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു ഫ്രാഗ്മെന്റ് ആണ് പറയുന്നത്. സോ നമുക്കറിയാം OSCO 4 ടൈംസ് ആണ് അല്ലെ. OSCO 4 ടൈംസ്. ഒരു OSCO 4 ടൈംസ് എടുത്തിരിക്കുന്നത് കേട്ടോ, 3ഉം കൂടി എടുത്തിട്ടില്ല നമ്മൾ. ഒരു ഫ്രാഗ്മെന്റ് ആണ് അതിന്റെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 16 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഓക്കെ, 16 ഇലക്ട്രോൺസ് ഇതിൽ ഏതാ വരുന്നത് നോക്കൂ. അതിൽ 6 ഇലക്ട്രോൺസ് ഇതിൽ ആർക്കാ വരുന്നത് നോക്കൂ. ആർക്കാ വരുന്നത്? ഓപ്ഷൻ എയിലേക്കാണ് വരുന്നത് ആൻസർ. അടുത്ത നോക്കൂ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫ്രാഗ്മെന്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏതിനാണ്? ഓക്കെ, 15 18 14 15 അല്ലേ. സോ നമുക്ക് ഫോസ്ഫറസിന്റെ കേസാണ് വരുന്നത്. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ അത് 15 അല്ലേ വരുന്നത്. സോ 5 വരുന്ന ഏതാ, അല്ലെങ്കിൽ 15 വരുന്ന ഏതാ? അത് തന്നെ, എയും ഡിയും കേട്ടോ. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഐസോലോബൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, കാരണം അത് ചോദിക്കാറുണ്ട്. ലാസ്റ്റ് വൺ ആണ് സിൻഡിൽ അയോൺസ് എന്ന് പറയുന്നത്. സിൻഡിൽ അയോൺസിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നേക്കഡ് ക്ലസ്റ്റേഴ്സ് ഓർ ക്ലസ്റ്റേഴ്സ് വിത്തൗട്ട് ലിഗാൻസ്. ലിഗാൻസ് ഇല്ലാത്ത ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിൻഡിൽ അയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ മെറ്റൽ ക്ലസ്റ്റേഴ്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ മെറ്റൽ ക്ലസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ ഉണ്ട് ബിസ്മത്തിന്റെ, ലെഡിന്റെ, ഓക്കെ, ടിൻ, ഓക്കെ, ആന്റിമണി, അതിന്റെയൊക്കെയാണ് എക്സാമ്പിള്. ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്ലോസോണിഡോ അരാക്നോ ഹൈപ്പോക്ലാഡോ എന്നാണ്. സോ അതിന് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: 4n+2 4n+4 4n+6 4n+8 4n+10 എന്നുള്ള രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. PB 5 ടൈംസ് 2- ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. അതായത് 5 × 4, ലെഡ് എന്ന് പറയുമ്പോൾ 4 അല്ലേ. ഓക്കെ, × 2. സോ ഇൻറ്റു അല്ലേ, സോറി, ഇത് പ്ലസ് ആണ് കേട്ടോ, +2 ആണ്.
+2 ആണ്. സോ 20 + 2 22 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ അതനുസരിച്ച് 4n + 2 അല്ലേ വരിക? 4 × 5 20 + 2 22. സോ 22 ഇലക്ട്രോൺസ്. ക്ലോസോ അല്ലേ വരിക അത്? അല്ലേ, ക്ലോസോ ആണ് അത് വരിക. ക്ലോസോ 4n + 2. അതുപോലെ ടിന്നിന്റെ കേസ് നോക്കൂ, SN9 4 ടൈംസ് ആണ്. സോ ടോട്ടൽ 40 ആണ്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? നീഡോ ആണ് വരിക. നീഡോ. അടുത്തത് ഏതാ വരിക? അരാക്കിനോ ആണ് വരുന്നത്. കാരണം അത് 4n + 6 ആയതുകൊണ്ട്. നെക്സ്റ്റ് ടെലൂറിയത്തിന്റെ കേസിൽ 4n + 8 ആണ്. അതെന്താ? ഹൈപ്പോ ആണ്. ദെൻ നീഡോ. ദെൻ ലാസ്റ്റ് വൺ ക്ലോസോ. സോ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? വർക്ക്ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. കാരണം നമുക്കറിയാം പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള എല്ലാ ചാൻസും വരുന്നുണ്ട്. സോ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കൺഫ്യൂഷൻ എന്ത് ചെയ്യുള്ളൂ? ഒഴിവായി കിട്ടുകയുള്ളൂ. സോ ഈ പോർഷൻസ് നമ്മളിന്ന് എടുത്ത പോർഷൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.